ഒരു നിശ്ചിത തുക 5 വർഷം കൊണ്ട് സാധാരണ പലിശ നിരക്കിൽ ഇരട്ടിയായി. അതേ തുക 3 മടങ്ങാകാൻ എത്ര വർഷം വേണം? നമുക്കതിൽ ഓരോ വാചകം, ആദ്യത്തെ വാചകം മാത്രം നോക്കുക. ഒരു നിശ്ചിത തുക 5 വർഷം കൊണ്ട് സാധാരണ പലിശ നിരക്കിൽ ഇരട്ടിയായി. അപ്പോൾ നമുക്കിതിൽ പലിശ നിരക്ക് ഈ ചോദ്യത്തിൽ തന്നിട്ടില്ല. അപ്പോൾ പലിശ നിരക്ക് കാണാൻ സൂത്രവാക്യം ഉപയോഗിക്കാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്ക് കാണാൻ ഇവിടെ 5 വർഷം കൊണ്ട് സാധാരണ പലിശ നിരക്കിൽ ഇരട്ടിയായി. ഇപ്പോൾ സൂത്രവാക്യം 100/n. ഇതിൽ ഇങ്ങനത്തെ സൂത്രവാക്യം ഇതിൽ ആറും എന്നും പൊതുവായിരിക്കും, എപ്പോഴും തുല്യമായിരിക്കും. അങ്ങനത്തെ കണക്കുകളിൽ ഈ 100 എന്നുള്ളതാണ് മാറുക. ഇവിടെ ഇരട്ടി എന്ന് പറയും കൊണ്ടാണ് നമ്മൾ 100 ഇട്ടത്. ഇവിടെ 3 മടങ്ങ് അല്ലെങ്കിൽ 3 ഇരട്ടിയാണെങ്കിൽ നമ്മളിവിടെ 200 ഇടണം. 4 ഇരട്ടിയാണെങ്കിൽ 4 മടങ്ങാണെങ്കിൽ ഇപ്പോൾ 300 ഇടണം. അപ്പോൾ എത്ര ഇരട്ടിയാണോ അതിനേക്കാൾ 1 കുറച്ചിട്ടുള്ള 100 ഇവിടെ ഇടുക. ഇതാണ് സൂത്രവാക്യം. R = 100/n സമം നമുക്ക് 100 ആദ്യം എത്ര വർഷം തന്നിരിക്കുന്നത്? 5 വർഷം. അപ്പോൾ 100/n. n പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, വർഷം. 100/5 നമുക്ക് എന്ത് കിട്ടി? 20. അതായത് പലിശ നിരക്ക് കിട്ടി 20%. അപ്പോൾ ബാങ്കിലെ പലിശ നിരക്ക് സ്ഥിരമാണ്. എത്രയാണ്? പലിശ നിരക്ക് 20%. ഇനി നമുക്ക് അടുത്ത വാചകം നോക്കുക. അതേ തുക 3 മടങ്ങാകാൻ എത്ര വർഷം വേണം? എത്ര വർഷമാണ്? അപ്പോൾ ഇതേ സൂത്രവാക്യം നമുക്ക് ഈ രീതിയിൽ എഴുതാം. n സമം ഇത് ഈ സൂത്രവാക്യം തന്നെയാണ്, പക്ഷേ 3 മടങ്ങാകാനാണ്. അപ്പോൾ 100ന് പകരം 200 എന്ന് എഴുതണം. 200/r. ഇതാണ് എത്ര വർഷം എന്ന് കണ്ടുപിടിക്കാൻ, എത്ര വർഷം കൊണ്ടാണെന്ന് കണ്ടുപിടിക്കാൻ 200/r. ഇതിൽ വില കൊടുക്കുക. 200/r പലിശ നിരക്കാണ്. അത് നമ്മൾ ആ ബാങ്കിലത്തെ പലിശ നിരക്ക് മാറ്റില്ല, ഒരുപോലെയാണ്. അതിവിടെ കണ്ടുപിടിച്ചു 20ആണ്. അപ്പോൾ 200/20, 200നെ 20 ഹരിച്ചാൽ നമുക്ക് 10 എന്ന് വരും. n 10 ആണ്, അതായത് 10 വർഷം. അതാണ് ഉത്തരം. 5 × 0.5 × 0.05 × 0.005. ഇത് സാധാരണ സംഖ്യയാണ്, മറ്റേതെല്ലാം ദശാംശ സംഖ്യകളാണ്. ഇത് ഗുണിക്കണം. ഗുണിക്കുമ്പോൾ നമുക്ക് സംഖ്യകൾ മാത്രം ഗുണിക്കുക, അതായത് ദശാംശം ഒഴിവാക്കി സംഖ്യകൾ മാത്രം. ഇവിടെ എന്താ സംഖ്യ? 5. ഇവിടെ എന്താ സംഖ്യ? ദശാംശം ഒഴിവാക്കിയ 5. ഇവിടെ ദശാംശം ഒഴിവാക്കിയ സംഖ്യ 5. ഇവിടെ ദശാംശം ഒഴിവാക്കിയ സംഖ്യ 5. അപ്പോൾ 5 × 5 25 × 5 125 × 5 625. നമുക്ക് സംഖ്യകൾ മാത്രം ഗുണിച്ചെഴുതി. ഇനി ദശാംശം നോക്കുക. ഇവിടെ ദശാംശം ഇല്ല. ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് 1 സ്ഥാനം, ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് 2 സ്ഥാനം, ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് 3 സ്ഥാനം. ഇതെല്ലാം കൂടി കൂട്ടുക. ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം കൂട്ടുക. 3 2 5 1 6 എന്ന് വരും. എന്നിട്ട് 6 സ്ഥാനമാണ്. 6 ദശാംശ സ്ഥാനം ഇടത്തോട്ട് നിൽക്കുക. ഈ എഴുതിയ ഉത്തരത്തിൽ 6 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. 6 സ്ഥാനം ഇടത്തോട്ട് നീക്കാൻ ഇവിടെ 3 സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ 3 0 ഇടതുവശത്ത് ഇടുക. 1 2 3. ഇപ്പോൾ 6 സ്ഥാനമായി. 6 സ്ഥാനം നീക്കി ദശാംശം ഇട്ടു. ഉത്തരം 0.00062 3.36 × 52 പ്ലസ് 3.36 × 48/6.68 കുറയ്ക്കണം. 3.32 വില കാണുക. ഇവിടെ അംശം നോക്കുക. ന്യൂമറേറ്റർ നോക്കുമ്പോൾ ഇതൊരു പദമാണ് 3.36 × 52. ഇത് മറ്റൊരു പദമാണ് 3.36 × 48. ഈ 2 പദത്തിലും പൊതുവായി വരുന്ന സംഖ്യയുണ്ട്, കോമൺ ആയിട്ട് വരുന്നത്. ഈ 3.36 രണ്ടിലുണ്ട്. അപ്പോൾ നമുക്കത് കോമൺ ഫാക്ടറായിട്ട് പുറത്തെടുക്കുക. പൊതു ഘടകമായിട്ട് എന്താ വരിക? 3.36. അത് പൊതു ഘടകം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എന്താ ഉള്ളത്? 52. ഇടയത്തെ ചിഹ്നം കൂട്ടണം. ഇവിടെ ഈ 3.36 എടുത്തു കഴിഞ്ഞാൽ എന്താ ഉള്ളത്? 48. ഇപ്പോൾ നമുക്ക് അംശത്തിനെ നമ്മൾ മാറ്റി എഴുതി. ഇനി ഛേദം നോക്കുമ്പോൾ ഇതൊരു ഐഡൻറ്റിറ്റിയാണ്, ഒരു സർവ്വസമവാക്യമാണ്. എന്താണ്? a² - b² സമം എന്താണ്? a + b × a - b. ഈ ഐഡൻറ്റിറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. a² - b² a + b × - b. അതുപോലെ എന്ത് വരും? 6.68 പ്ലസ് 3.32. അപ്പോൾ നമ്മൾ a + b എഴുതി. അതുപോലെ × a - b. 6.68 മൈനസ് 3.32 സമം ഇത് അതുപോലെ ഇടുക. 3.36 ഇൻറ്റു ഇത് രണ്ടും കൂടി കൂട്ടുക. 52 48 കൂട്ടി 52 8 60 40 100 എന്ന് വരും. ഇത് രണ്ടും കൂടി കൂട്ടുക. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 8 2 10 ശിഷ്ടം 1 1 3 4 6 10 ശിഷ്ടം 1. അപ്പോഴേക്ക് ദശാംശമായി. ആ 1 3 4 6 10. 10.00 എന്ന് പറഞ്ഞാൽ എന്താ? 10 ആണ്. ഇൻറ്റു. അപ്പോൾ ഇത് കൂട്ടി. ഇനി ഇത് കുറയ്ക്കുക. 8 2 കുറച്ചാൽ 6, 6 3 കുറച്ചാൽ 3, ദശാംശം ഇട്ടു. 6 3 കുറച്ചാൽ 3. അപ്പോൾ 3.36 × 100/10 × 3.36. ഇപ്പം നമുക്ക് ഇത് രണ്ടും അംശത്തിലും ഛേദത്തിലും തുല്യമായതുകൊണ്ട് വെട്ടിക്കളയാം. ബാക്കി 100/10 എത്രയാണ്? 100/10 ഉത്തരം 10.